ഹലോ നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ മൗലിക് നാട്ടക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനൂദിത് നാട്ടക്, അതിൻ്റെ കോഡ് ക്ലാസ് ആണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത്. JLT, HST, കേട്ടറ്റ്, സെറ്റ്, HHSTക്ക് വേണ്ട മെറ്റീരിയൽസ് അതുപോലെ തന്നെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. വാട്സപ്പ് നമ്പർ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെ മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ടെലിഗ്രാമിൽ. അപ്പോൾ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ മൗലിക് നാടകങ്ങൾ അത് പലതരത്തിൽ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 8 നാടകങ്ങൾ ഇതിൽ മൗലിക് നാടകങ്ങളുടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ വൈദികി ഹിംസാന ഭവതി, അത് പ്രഹസനാണ്. അത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ വർഷം 1873. അതുപോലെ തന്നെ സത്യഹരിശ്ചന്ദ്ര നാടകമാണ്, 1875 തന്നെയാണ് വർഷം. അടുത്തത് പ്രേമജോഗിനി നാട്ടികയാണ്, 1875. അടുത്തത് വിശ്വസ്യ വിഷമൌഷധം ഭാണാണ്, 1876. അടുത്തത് ഭാരത ദുർദശ നാട്യരൂപക്കാണ്, 1880. അടുത്തത് അന്തേർ നഗരി പ്രഹസൻ, 1881. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് അന്തേർ നഗരിയാണ്, പ്രഹസനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇയറും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നീൽദേവി ഐതിഹാസിക് ഗീതി രൂപക്കാണ്, 1881. അതുപോലെ തന്നെ സതിപ്രതാപ് ഗീതി രൂപക്കാണ്, 1883. അങ്ങനെ 8 മൗലിക് നാടകങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോഡ് നമുക്ക് നോക്കാം. വൈദികിയെ സത്യപ്രേമശ്രീ വിഷം കൊടുത്ത് ഭാരതത്തിലെ അന്ധയായ നീലിയെ സതിയാക്കി എന്നുള്ളതാണ് അതിൻ്റെ കോഡ്. അപ്പോൾ നമുക്കറിയാം, വൈദികി ഹിംസാന ഭവതിയിലെ വൈദികി എടുത്തു, സത്യഹരിശ്ചന്ദ്രയിലെ സത്യ, പ്രേമജോഗിനിയിലെ പ്രേമ, ശ്രീ ചന്ദ്രാവലിയിലെ ശ്രീ എടുത്തു, വിശ്വസ്യ ഔഷധം എന്നുള്ളതിലത്തെ വിഷാണ് എടുത്തിട്ടുള്ളത്. ഭാരത ദുർദശയിലെ ഭാരത്, അന്തേർ നഗരിയിലെ അന്ധയായ നീൽദേവി നീലി, പിന്നെ സത്യപ്രതാപിലെ സതി. അങ്ങനെയാണ് വൈദികിയെ സത്യപ്രേമ ശ്രീ വിഷം കൊടുത്ത് ഭാരതത്തിലെ അന്ധയായ നീലിയെ സതിയാക്കി എന്നുള്ളതാണ് ഇത് ഓർത്ത് വയ്ക്കാനുള്ള കോഡ്. അടുത്തത് അദ്ദേഹത്തിൻ്റെ അനൂദിക് നാടകങ്ങളാണ്. അതിലേതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ അനൂദിക് നാടകങ്ങളാണ് വിദ്യാസുന്ദർ, രത്നാവലി, പാഖണ്ഡ് വിഡംബൻ, ധനഞ്ജയ് വിജയ്, കർപ്പൂർ മഞ്ജരി, ഭാരത് ജനനി, മുദ്രാ രാക്ഷസ്, ദുർലഭ ബന്ധു. അപ്പോൾ വിദ്യാസുന്ദറിൻ്റെ ഇയർ 1867, രത്നാവലി 1868, പാഖണ്ഡ് വിഡംബൻ 1872, ധനഞ്ജയ് വിജയ് 1873, കർപ്പൂർ മഞ്ജരി 1875, ഭാരത് ജനനി 1877, മുദ്രാ രാക്ഷസ് 1878, ദുർലഭ ബന്ധു 1880. അപ്പോൾ മൗലിക് നാടകങ്ങളും അനൂദിത് നാടകങ്ങളും ഞാൻ ഇയർ വൈസ് തന്നെയാണ് കോഡാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇയറും ജസ്റ്റ് 1-2 വർഷമേ ഗ്യാപ്പ് വരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ജസ്റ്റ് അതിൻ്റെ മുമ്പ് അത് ചേർത്താൽ മതി. അപ്പോൾ അനൂദിത് നാടകത്തിൻ്റെ കോഡ് വിദ്യയുടെ രത്നം, പാഖണ്ഡനായ ധനഞ്ജയ് കർപ്പൂരം കത്തിച്ച് ഭാരതമുദ്രയിൽ ബന്ധിപ്പിച്ചു. ഒന്നുകൂടി പറയാം. വിദ്യയുടെ രത്നം, പാഖണ്ഡനായ ധനഞ്ജയ് കർപ്പൂരം കത്തിച്ച് ഭാരതത്തിൻ്റെ മുദ്രയിൽ അല്ലെങ്കിൽ ഭാരതമുദ്രയിൽ ബന്ധിപ്പിച്ചു. അപ്പോൾ അറിയാം, വിദ്യാസുന്ദറിൽ എന്നുള്ള അനൂദിത് നാടകത്തിലെ വിദ്യ, രത്നാവലി, രത്നം, പാഖണ്ഡ് വിഡംബൻ എന്നുള്ളതിൻ്റെ പാഖണ്ഡനായ എന്നാണ് എടുത്തിരിക്കുന്നത്. ധനഞ്ജയ് കർപ്പൂർ മഞ്ജരി, കർപ്പൂരം, ഭാരത് ജനനിയിലെ ഭാരതാണ് എടുത്തിരിക്കുന്നത്. മുദ്രാ രാക്ഷസത്തിലെ മുദ്ര, ദുർലഭ ബന്ധു എന്നുള്ളതിൻ്റെ ആ ബന്ധു ബന്ധിപ്പിച്ച് അങ്ങനെയാണ് കേട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതൊരുപാട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇതിൽ അനൂദിത് നാടകങ്ങളിൽ കൂടുതലും വിദ്യാസുന്ദർ, രത്നാവലി, അതുപോലെ തന്നെ ദുർലഭബന്ധു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗലിക് നാടകങ്ങൾ, അതുപോലെ തന്നെ അനൂദിത് നാടകങ്ങൾ, അതിൻ്റെ ഇയർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് നോക്കുക. ഈ കോഡ് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഏറ്റവും എളുപ്പമുള്ളൊരു കോഡാണ്. ധന്യവാദ്.